Okay. ഓക്കെ ഗ്രേറ്റ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന നമ്മുടെ ഫസ്റ്റ് ജനറൽ സെഷൻ ആണ്. സോ വാട്ട് വി വിൽ ബി ഡിസ്കസിങ് ടുഡേ ഇസ് ബേസിക്കലി ഹൗ ടു റൈറ്റ് ആൻ ആൻസർ. ഇപ്പൊ നിങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ടായിരിക്കും, ചെയ്യാത്തവരും കാണും. സോ ഞാൻ ചെയ്യുന്നത് വളരെ ബേസിക് ആയിട്ട് പ്രാക്ടിക്കലി ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരിക എന്നേ ഉള്ളൂ. സോ പറഞ്ഞു തരുമ്പോൾ പ്രാക്ടിക്കലി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ പ്രാക്ടിക്കലായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ടോപ്പേഴ്സിന്റെ ആൻസേഴ്സ് വെച്ച് തന്നെയാണ് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത്. സോ ഒരു ആൻസർ എടുക്കുമ്പോൾ അതിനെങ്ങനെ നിങ്ങൾ ഇൻട്രോ കൊടുക്കുന്നു, എങ്ങനെ ബോഡി പാർട്സ് നിങ്ങൾ സെറ്റ് ചെയ്യുന്നു, ഹൗ വിൽ യു കൺക്ലൂഡ് ഇറ്റ്, ഓക്കെ, ഹൗ ആർ യു ഗോയിങ് ടു റൈറ്റ് എഫക്റ്റീവ്ലി എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതേപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ് വാട്ട് ഈസ് ദ ഡിമാൻഡ് ഓഫ് യു പി എസ് സി. യു പി എസ് സി പരീക്ഷയ്ക്ക് എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം. സോ ആ ഒരു ഫുൾ ഡീറ്റെയിൽസിൽ ഐ ഹാവ് പ്രിപ്പയർഡ് എ ഡോക്യുമെന്റ് ഫോർ യു ഗൈസ്. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് എവറിബഡി? Yes, sir. Yes, Kano. sir. Yes, sir. ഓക്കെ 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 ഓക്കെ, എക്സലന്റ്. 1 second. ഓക്കെ ഗ്രേറ്റ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഹൗ ടു റൈറ്റ് എ ഗുഡ് ആൻസറിൽ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ട് വേണ്ട യു പി എസ് സിയിൽ ഏതൊക്കെ തരം ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കാവുന്നതാണ്. യു പി എസ് സിയിൽ ബേസിക്കലി 3 തരം ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഒരെണ്ണം വിൽ ബി 10 മാർക്ക്. ഞാൻ ജി എസിന്റെ മാത്രം വെച്ചിട്ടാണ് പറയുന്നത്, ഓപ്ഷൻസിലേക്ക് ഞാൻ അധികം പോണില്ല. 10 മാർക്കിന്റെ ചോദ്യം ചോദിക്കാം, 15 മാർക്കിന്റെ ചോദ്യം ചോദിക്കാം, 20 മാർക്കിന്റെ ചോദ്യങ്ങളും ചോദിക്കാം. ഇപ്പൊ നിങ്ങൾക്ക് സിലബസ് എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആണെന്നുള്ള ഐഡിയയിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. സോ വി ഹാവ് 3 ഓർ മെയിൻ 4 പേപ്പേഴ്സ്. ഏതൊക്കെയാ? വി ഹാവ് GS1, വി ഹാവ് GS2, വി ഹാവ് GS3 ആൻഡ് വി ഹാവ് GS4. അപ്പൊ GS4ലാണ് എന്ത് വരുന്നത്? സംതിങ് കോൾഡ് ആസ് എത്തിക്സ്. ഈ 3 പേപ്പറുകളിലും ബേസിക്കലി നിങ്ങൾക്ക് 20 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. യു വിൽ ബി ഹാവിംഗ് 20 ക്വസ്റ്റ്യൻസ്. ഈ 20 ക്വസ്റ്റ്യൻസിൽ 10 വിൽ ബി 10 മാർക്കേഴ്സ് ആൻഡ് ദി അതർ 10 വിൽ ബി 15 മാർക്കേഴ്സ്. അപ്പോൾ ഒരു 10 മാർക്കിന്റെ ചോദ്യമാണ് നിങ്ങൾ കൊണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ഒരു പേജിന്റെ 2 സൈഡ് എഴുതണം. അതായത് നിങ്ങൾക്ക് ആൻസർ ബുക്ക്ലെറ്റ് കിട്ടും. അപ്പൊ ആൻസർ ബുക്ക്ലെറ്റിൽ ഒരു സൈഡിൽ എന്താ പറയണേ, ആൻസർ ബുക്ക്ലെറ്റിൽ ഓൾറെഡി ക്വസ്റ്റ്യൻ പ്രിന്റഡ് ആയിരിക്കും. നിങ്ങൾക്ക് 2 പേജ് എഴുതാൻ കാണും, ആ സ്ഥലത്തിനകത്ത് തന്നെ എഴുതണം. ഓക്കെ, 15 മാർക്കറിലേക്ക് വരുമ്പോൾ അതേപോലെ 3 സൈഡാണ് വരുന്നത്. 20 മാർക്കിന്റെ ചോദ്യം ആസ് ഓഫ് നൗ നമുക്ക് ഓപ്ഷണലിലും പിന്നെ എത്തിക്സിൽ ഒരു പേപ്പർ ഒരു ഭാഗമുണ്ട് കോൾഡ് ആസ് കേസ് സ്റ്റഡീസ്. ഇപ്പൊ എത്തിക്സിന്റെ ക്ലാസ് നിങ്ങൾക്ക് തുടങ്ങിയോ? This week, sir. തുടങ്ങി സർ. ഓക്കെ, മൗര്യ ബാച്ചിന് തുടങ്ങി കാണും, ഗുപ്ത ബാച്ചിന് പുറകെ എന്തായാലും തുടങ്ങും. സോ എത്തിക്സിൽ കേസ് സ്റ്റഡി എന്ന് പറഞ്ഞൊരു ഭാഗത്തിലാണ് നമുക്ക് 4 പേജ് എഴുതാനുള്ളത്. അപ്പൊ അതാണ് ഫസ്റ്റ് ഡിമാൻഡ്. അപ്പം നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു, നമ്മൾ നോട്ട് ഉണ്ടാക്കുന്നു, നമ്മൾ ടോപ്പിക്കിനെ പറ്റി പഠിക്കുമ്പോഴും നമ്മളുടെ മനസ്സിൽ എന്താണ് വേണ്ടത്? എനിക്കിതിനെ പറ്റി 2 അല്ലെങ്കിൽ 3 പേജ് എഴുതാനുള്ള കണ്ടന്റിന്റെ ആവശ്യകതയേ ഉള്ളൂ. ഓക്കെ, ദാറ്റ് ഇസ് ദ ഫസ്റ്റ്, ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദ UPSC's ഡിമാൻഡ്. സെക്കൻഡ്, നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ നിങ്ങൾ ഭയങ്കര പുലിയാണ്, നിങ്ങൾക്ക് എന്താ പറയണേ, നിങ്ങൾ അഗ്രഗണ്യനാണ് എന്നൊന്നും കാണിക്കാനുള്ള സംഭവമല്ല. നമ്മൾ എത്രമാത്രം എഴുതി കോംപ്ലിക്കേറ്റഡ് ആക്കുന്നു അത്രമാത്രം മാർക്ക് കുറയാനുള്ള സാധ്യതയാണുള്ളത്. നമ്മളുടെ പർപ്പസ് ഇൻ UPSC റൈറ്റിംഗ് ഈസ് ടു മേക്ക് ദി വർക്ക് ഓഫ് എക്സാമിനർ ഈസി. കാരണം ഒത്തിരി പേപ്പേഴ്സ് ആയിരിക്കും എക്സാമിനർ ഇവാലുവേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, മെയിൻസ് കഴിഞ്ഞിട്ട് എത്ര നാൾ ഇന്റർവ്യൂവിന് അവധി ഫ്രീ ടൈം ഉണ്ട്, എത്ര പേപ്പേഴ്സ് വരുമായിരിക്കും എന്നൊക്കെ ഒരു ധാരണ വേണം. അപ്പോൾ ഒരു എക്സാമിനറിന് ചിലപ്പോൾ ഒരു ദിവസം മേ ബി ഒരു 20+ പേപ്പേഴ്സ് ഒരു ദിവസം കാണും. അപ്പൊ ആ ആള് നമ്മൾ ഭയങ്കര കോംപ്ലിക്കേറ്റ് എഴുതിയത് വായിച്ച് മനസ്സിലാക്കാനൊന്നും സമയം കാണില്ല.
We have to make the work of examiner really easy. അപ്പൊ എന്താ, ടു ദ പോയിന്റ്, എന്താണോ ചോദിച്ചിരിക്കുന്നത് വളരെ സിമ്പിൾ ലാംഗ്വേജിൽ മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ആൻസേഴ്സ് എഴുതാൻ. അതിനുവേണ്ടി നമുക്ക് ബേസിക് ഡിമാൻഡ് എന്താണെന്നും മനസ്സിലാക്കണം. ദാറ്റ് ഈസ് അനദർ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട്. അപ്പൊ എന്താ, നമുക്ക് ചോദിച്ചിരിക്കുന്ന കീ ടേംസുകൾ അറിയണം. ഇപ്പം ഫോർ എക്സാമ്പിൾ ദർ വിൽ ബി ഡിഫറെന്റ് ടേംസ്. ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇലാബറേറ്റ് എന്നൊരു വാക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും ഇലാബറേറ്റ്? കണ്ടിട്ടുണ്ടോ? Yes, condition. Yes, sir. Yes. You might have seen analyze or critically analyze, right? You might Yes, sir. have seen something called as discuss, right? Yes. You might have seen something called as comment, right? Yes, sir. ബേസിക്കലി വരുന്ന കീ ടേമുകൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് വരുന്നതാണിത്. ഞാൻ ഈ കീ ടേംസിന്റെ ഒരു ഡോക്യുമെന്റ് നിങ്ങൾക്ക് ഈ സെഷന് ശേഷം ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് തരാം. ഓരോ വാക്കുകളും എന്താണ് മീൻ, ഇതിലും കൂടുതലുണ്ട്. എന്നാലും ബേസിക്കലി വരുന്ന സാധനം ഇതാ. ഇലാബറേറ്റ്, എക്സ്പ്ലെയിൻ എന്ന് പറയുന്ന സാഹചര്യങ്ങളിൽ എന്താണോ ചോദിച്ചിരിക്കുന്നത് അതിനെ എത്രമാത്രം നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്ത് എത്രമാത്രം ഡയമെൻഷൻ, പൊളിറ്റിക്കൽ ആയിക്കോട്ടെ, എക്കണോമിക്കൽ ആയിക്കോട്ടെ, സോഷ്യൽ ആയിക്കോട്ടെ, എത്ര രീതിയിൽ ഇലാബറേറ്റ് ചെയ്യാമോ അതിനായിരിക്കും കൂടുതൽ പ്രയോറിറ്റി വരുന്നത്. എന്നാൽ അനലൈസ് എന്നൊരു വാക്കാണെന്നുണ്ടെങ്കിൽ അതിനെ ഇലാബറേഷൻ മാത്രം ചെയ്താൽ പോരാ. അതിന്റെ പോസിറ്റീവ്സ് അതിന്റെ നെഗറ്റീവ്സും പറഞ്ഞ് എന്താണ് മുന്നോട്ട് ചെയ്യാൻ പറ്റുന്നതെന്നുള്ള ഒരു സജഷനും കൂടി അനലൈസ് എന്ന് പറഞ്ഞ വാക്ക് വരുമ്പോൾ കൊടുക്കണം. എന്നാൽ ഡിസ്കസ് ആണെങ്കിൽ എന്താ, ഒരു ടോപ്പിക്കിനെ പറ്റി നിസ്സാരം നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആലോചിച്ച് അതിനെപ്പറ്റി മാക്സിമം ഡിസ്കസ് ചെയ്തിട്ട് ആ ഡിസ്കഷനിൽ നിന്ന് എന്താണോ ഒരു കൺക്ലൂഷനിലേക്ക്, അതിൽ നിങ്ങളുടെ ഒപ്പീനിയൻ ബാധകമല്ല, എന്താണോ നിങ്ങൾ പറയുന്ന പോയിന്റ്, ആ പോയിന്റിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന രീതിയിൽ കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കണം. എന്നാൽ കമന്റ് എന്ന് പറയുമ്പോൾ, ഇപ്പം നമ്മളെ ടി വിയിലും സിനിമയിലൊക്കെ കമന്റ് അടി എന്നൊക്കെ പറയണേ, ഇവിടെ എന്താ നമ്മൾ ചെയ്യണേ, നമ്മളുടെ അഭിപ്രായം അടിച്ചുവിടുകയല്ലേ ചെയ്യണേ. അതേപോലെ ഡിസ്കഷനെയും കമന്റിനെയും വ്യത്യാസമാക്കുന്ന കമന്റിനകത്ത് ഏറ്റവും അവസാനം പോയിന്റ്സ് ഒക്കെ പറഞ്ഞാലും അതിൽ നിന്ന് നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്ന രീതിയിൽ ഒരു അഭിപ്രായം കമന്റിലേക്ക് പറയാൻ പറ്റും. പിന്നെ ഇൻ ഡീറ്റെയിൽ ഞാനൊരു ഡോക്യുമെന്റ് നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പം ഒന്നും കൂടി ഫർദർ ഓരോ വാക്കുകൾ ആ comment എപ്പോഴും ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കണം or like critically എഴുതാം. ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യുന്ന കമന്റ് ഏതിന്റെയാണ്? കമന്റ് എന്ന് പറയുന്ന ചോദ്യത്തിന് കമന്റിൽ പലപ്പോഴും കൺക്ലൂഷൻ പോസിറ്റീവിൽ തന്നെ UPSCയുടെ അത് ഞാൻ അതിലേക്ക് വരാം. ഓക്കെ, ഐ വിൽ ബി കമ്മിങ് ടു ദ നേച്ചർ ഓഫ് ദി ആൻസേഴ്സ് ആസ് വെൽ. അപ്പൊ അത് പേടിക്കണം, ഞാൻ പറയാം. അപ്പൊ ഏതൊരു കാര്യത്തിനെ നമുക്ക് പോസിറ്റീവും ആകുന്നത് മാത്രമല്ല, നമ്മൾ ആരാകാനാണ് പോകുന്നത്, റൈറ്റ്? നമ്മൾ ഒരു സിവിൽ സർവന്റ് ആകാനാണ് പോകുന്നത്, അല്ലേ? നമ്മൾ സിവിൽ സർവന്റ് ആയിട്ട് എന്താ ചെയ്യാൻ പോണേ? ആക്ച്വലി വാട്ട് ആർ യു ഗോയിങ് ടു ഡു, ഈച്ച് വൺ ഓഫ് യു? നിങ്ങൾ കുറച്ചു പേരെല്ലാം ജസ്റ്റ് ഒന്ന് ക്യാമറ ഒന്ന് ഓൺ ചെയ്യുവാണല്ലേ, എനിക്ക് ജസ്റ്റ് ഒരു ക്ലാസിന്റെ പൾസ് ഒന്ന് മനസ്സിലായിരുന്നു. ബിക്കോസ് ആരെയും കാണാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലാവുന്നു എന്നുള്ളതും എനിക്ക് അങ്ങോട്ട് സെറ്റ് ആണില്ല. See, when you guys are becoming a civil servant or an officer, what will be your primary responsibility? Solving the challenges of system. Yes, you will be having challenges to the system, solving very good. എന്നാലും പ്രൈമറി നിങ്ങൾ എന്തിനാ ഗവൺമെന്റ് റിക്രൂട്ട് ചെയ്യണേ? Serve ചെയ്യാൻ. സെർവ് ചെയ്യാൻ. അപ്പൊ സെർവ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യണേ? You are actually implementing the government's policies, ideas, etc. Am I right? ഗവൺമെന്റിന്റെ Yes, sir. മെഷീനറി റൺ ചെയ്യുന്ന വെഹിക്കിൾസ് ആണ് നിങ്ങൾ, റൈറ്റ്? അപ്പം എക്സാമിനറിന് പേപ്പറുകൾ വായിക്കുമ്പോൾ എല്ലാത്തിനും നെഗറ്റിവിറ്റിയും ക്രിറ്റിസിസവും മാത്രമാണ് ചെയ്യുന്നതുണ്ടെങ്കിൽ നിങ്ങളെ എങ്ങനെ വിശ്വസിച്ചൊരു സാധനം ഏൽപ്പിക്കും, അല്ലേ? നിങ്ങൾ ചലഞ്ചസും കാര്യങ്ങളും കഴിഞ്ഞ് നിങ്ങൾ സൊല്യൂഷനിലേക്ക് എത്താൻ പറ്റണം. സോ എവറി ടൈം വെൻ യു കൺക്ലൂഡ് യുവർ ആൻസർ, നമ്മുടെ കമന്റും കാര്യങ്ങളും ഒക്കെ കൊടുക്കുമ്പോൾ ഒരു പരിഹാരമായിട്ട് പോസിറ്റീവായിട്ട് എങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ള രീതിയിലാണ് കൊടുക്കേണ്ടത്. അതായത് ഇപ്പൊ സ്ലം ഒരു വലിയ പ്രശ്നമാണ്. പലപ്പോഴും സ്ലമ്മിന്റെ ഒരു സൊല്യൂഷൻ പെട്ടെന്നൊന്നും പറ്റില്ല. പക്ഷെ നമ്മൾ സ്ലംസിന്റെ എന്ത് പറയും, നമ്മൾ പല പല ഗവൺമെന്റ് പോളിസി കൊണ്ടുവന്ന് സ്ലംസ് കുറയ്ക്കാൻ ശ്രമിക്കും. അത് ഒരിക്കലും നടക്കത്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ആൻസേഴ്സ് എപ്പോഴും ഫ്യൂച്ചറിസ്റ്റിക് ആയിരിക്കണം, ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കണം, ആൻഡ് ഇറ്റ് ഷുഡ്
അലൈൻ വിത്ത് ദ ഗവൺമെന്റ്സ് ഐഡിയോളജി. അതിനാണ് നമ്മൾ പേപ്പർ വായിച്ച ഗവൺമെന്റ് സ്കീംസും കാര്യങ്ങളും മനസ്സിലാക്കണം. ഓക്കെ. പിന്നെ ഞാൻ ഈ സാധനങ്ങളൊക്കെ പറഞ്ഞു. ഈ പറഞ്ഞതുപോലൊക്കെ മലർത്തി അടിച്ചെഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? നിങ്ങൾക്ക് കണ്ടന്റ് വേണം. കണ്ടന്റ് ഈസ് ഒബ്വിയസ്ലി ദ കിങ്. നത്തിങ് ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ്. അത് ഉറപ്പാണ്. അതിനൊരു ഷോർട്ട് കട്ടും ഇല്ല. നിങ്ങൾ മെനക്കെട്ടിരുന്ന് പഠിക്കുക തന്നെ വേണം. എന്നാൽ പഠിച്ചത് കൊണ്ട് മാത്രമല്ല, ആ പഠിച്ച സാധനത്തിനെ ഒരു എക്സാമിനറിന് പെട്ടെന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ ഉത്തരങ്ങൾ എഴുതാൻ പറ്റണം. നമ്മൾ ഡിഗ്രിക്കൊക്കെ എഴുതുമ്പം സിമ്പിൾ ആയിട്ട് ഇങ്ങോട്ട് കിട്ടുക 10 പേജ് ഉണ്ടോ, 10 പേജും നമുക്ക് നിറച്ചിരിക്കണം. പാരഗ്രാഫ് വഴി തള്ളി നമ്മൾ മറിക്കും. ഞാനും കുറെ ചെയ്തിട്ടുള്ള ഡിഗ്രിയിൽ PGയുടെ സമയത്തൊക്കെ. അതിൽ നിന്ന് UPSCയിലേക്ക് വരുമ്പോൾ നമ്മൾ റൈറ്റിംഗ് കുറച്ചുകൂടെ ക്രിസ്പ് ആകും. അതായത് പശുവിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ, ഓർ കൗവിനെ പറ്റി ചോദിച്ചാൽ നമ്മൾ കൗവിനെ പറ്റി മാത്രം എഴുതും. നമ്മൾ കൗവിനെ കെട്ടിയിരിക്കുന്ന കയറിനെ പറ്റിയോ ആ കെട്ടി വെച്ചിരിക്കുന്ന തെങ്ങിനെയോ പറ്റി പറയേണ്ട ആവശ്യമില്ല. ദാറ്റ് ഈസ് സംതിങ് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. എന്ത് ചോദിക്കുന്നു, ആൻസർ ഓൺലി വാട്ട് ഈസ് ബീങ് ആസ്ക്ഡ്. അപ്പൊ അതെങ്ങനെ ചെയ്യാം? വി ഹാവ് ടു ഫോക്കസ് സംതിങ് ഓൺ എ ബേസിക് സ്ട്രക്ചർ. വി ഹാവ് ടു ഹാവ് ആൻ ഇൻട്രൊഡക്ഷൻ. വി ഹാവ് ടു ഹാവ് എ പ്രോപ്പർ ബോഡി പാർട്ട്. എപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഗോവിന്ദ് പറഞ്ഞ പോലെ ചലഞ്ചസിന് സൊല്യൂഷൻ ആയിട്ടാണ് ഹയർ ചെയ്യണത്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസേഴ്സിനകത്ത് അങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്നു എന്നും എക്സാമിനർ നോക്കും. അപ്പൊ എവിടെയൊക്കെ നിങ്ങൾക്ക് സൊല്യൂഷൻ കൊണ്ടുവരാൻ പറ്റുന്നു, സൊല്യൂഷൻ കൊണ്ടുവരിക. ദെൻ കംസ് കൺക്ലൂഷൻ. സോ ദീസ് ആർ ദി ബേസിക് പാർട്ട്. ഒരു ക്വസ്റ്റ്യന് നിർബന്ധമായിട്ടും ഒരു ഇൻട്രൊഡക്ഷൻ കാണണം, അതിനൊരു ബോഡി പാർട്ട് കാണണം, അതിന് കുറച്ച് സജഷൻസ് കാണണം, പ്രോപ്പറായിട്ട് കൺക്ലൂഡും നമുക്ക് ചെയ്യാൻ പറ്റണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി ഇതൊക്കെ ഓരോന്നും എങ്ങനെയൊക്കെയാന്ന് നോക്കാം. തള്ളി ഞാൻ മറിക്കുന്നില്ല. ലെറ്റ്സ് സ്ട്രിക്ട്ലി മൂവ് ടു ഇറ്റ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാനിപ്പോൾ ബോഡി പാർട്ടെന്നും ഒക്കെ പറഞ്ഞ് ഇൻട്രൊഡക്ഷനും ഓരോ ഭാഗവും നമ്മൾ നോക്കും. അതിനു മുമ്പ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാവേണ്ട ഒരു കാര്യം, ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ആ ചോദ്യത്തിന്റെ മേജർ പാർട്ടുകൾ ഏതൊക്കെയാണ്, മൈനർ പാർട്ടുകൾ ഏതൊക്കെയാണ്, അതൊക്കെ എഴുതി എത്രമാത്രം മാർക്ക് വരെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ലഭിക്കാം എന്നുള്ളതിനെ പറ്റി ഒരു ധാരണ നമുക്ക് വേണം. സോ ബിഫോർ ഗോയിങ് ടു ദാറ്റ്, ഇപ്പൊ ഞാനൊരു ചോദ്യത്തിന് 10 മാർക്കാന്ന് പറഞ്ഞു, 15 മാർക്കുകളാന്ന് പറഞ്ഞു അല്ലേ? വി ഹാവ് 10 മാർക്കേഴ്സ് ആസ് വെൽ ആസ് വി ഹാവ് 15 മാർക്കേഴ്സ്. സോ എല്ലാവരും ചാറ്റ് നിങ്ങളുടെ ഒന്ന് ഓപ്പൺ ആക്കിക്കേ. ഐ വാണ്ട് സം റിപ്ലൈസ് ഫ്രം യു ഗൈസ് ആസ് വെൽ. സംഭവം വേറെ ഒന്നുമില്ല. ഒരു 10 മാർക്കിന്റെ ചോദ്യമാണ് നിങ്ങൾ UPSCയിൽ എഴുതുന്നതെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം എത്ര മാർക്ക് അതിന് കിട്ടുമായിരിക്കും? ജസ്റ്റ് ചാറ്റിലൊന്ന് റിപ്ലൈ ചെയ്ത് വോയിസ് ആരും ഓപ്പൺ ചെയ്യണ്ട, അത് ക്ലട്ടർ ആവും. ജസ്റ്റ് നിങ്ങൾക്ക് ആ എവറി വൺ എന്നുള്ളതിനകത്ത് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. ഒരു 10 മാർക്കിന്റെ ചോദ്യമാണെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് വരെ അങ്ങേയറ്റം ഒരു നോർമൽ പേപ്പറിന് കിട്ടും? ഉം. 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 കൊള്ളാലോ. ഞാനിപ്പോ ഇവിടെ ലേലം വിളിക്കേണ്ടി വരും. 4, 5, 6, 7, 8 ആരെല്ലാം പറഞ്ഞു. ഓക്കെ. സി, മാക്സിമം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന മാർഗം എന്ന് വെച്ചാൽ ഒരു അങ്ങേയറ്റം 6 ആയിരിക്കും. അങ്ങേയറ്റം. ഇഫ് യുവർ ആൻസർ ഇസ് പെർഫെക്റ്റ്, അതിൽ നല്ല ഒരു ഇൻട്രൊഡക്ഷൻ, ബോഡി പാർട്സിൽ മേജർ മൈനർ പാർട്ടും പ്രോപ്പർ കൺക്ലൂഷനും അതിൽ വരുന്ന എല്ലാ സ്റ്റാറ്റും ഉണ്ടെങ്കിൽ ചിലപ്പോൾ 6 കിട്ടും. അത് കൂടുതലും കിട്ടുന്നത് ഒരു എത്തിക്സിനും ഹിസ്റ്ററിക്കും ജോഗ്രഫിക്കും ഒക്കെ ഉള്ളു. സ്റ്റാറ്റിക് ആയിട്ട് കൊടുക്കണ സാധനത്തിനെ കിട്ടും. 7 നിങ്ങൾ 10 മാർക്കിൽ സ്വപ്നം പോലും കാണണ്ട. കാരണം നിങ്ങൾ ആലോചിച്ചോണം, ഫസ്റ്റ് റാങ്ക് കിട്ടുന്ന ഒരു UPSC ആസ്പിറന്റിന്റെ പെർസെൻറ്റേജ് വിൽ ബി സംവെയർ അറൌണ്ട് 50%. അപ്പൊ ആ സത്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എത്ര നല്ല രീതിയിൽ എഴുതിയെന്ന് പറഞ്ഞാലും ഒരു ആവറേജ് വ്യക്തിക്ക് 5 തൊട്ട് 5.5 മാർക്ക് വരെയാണ് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള. ആർ വി ക്യാൻ കീപ് ഇറ്റ് ടു ദി മാക്സിമം. ഓക്കെ, അത് ഫസ്റ്റ് മനസ്സിലാക്കണം. അപ്പൊ 15 മാർക്കിന് എത്ര കിട്ടുമായിരിക്കും? പെട്ടെന്ന് ചാരി പറഞ്ഞേ. 15 മാർക്കിന് എത്ര കിട്ടും? ഒമ്പതാ? ആഹാ, 20 മാർക്കിന്റെ എത്തിക്സിന് തന്നെ കിട്ടുന്ന 11, 12 മാർക്കാ.
സി യു വിൽ ഗെറ്റ് എ മാക്സിമം ഓഫ് 7.5. 8 ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ എത്തിക്സിൽ വല്ലതും ഒക്കെ കിട്ടിയാലേ, അല്ലെങ്കിൽ കിട്ടില്ല. യു വിൽ ബി ഗെറ്റിംഗ് 7 ആസ് വെൽ ആസ് 7.5. ഒരു ആവറേജ് ആയിട്ട് 6.5 മാർക്ക്. അതിനപ്പുറത്ത് കിട്ടാൻ വളരെ പാടാ. കിട്ടത്തില്ല എന്നൊന്നും ഞാൻ പറയണില്ല, ബട്ട് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. അപ്പം ഈ സാധനമാണ് ആദ്യമേ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഒരു ടോപ്പ് ഉത്തരം നിങ്ങൾ UPSC-യിൽ എഴുതുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു 10 മാർക്കിന്, അതായത് ഫോർ എ 10 മാർക്ക്, സപ്പോസ് യു വിൽ ഗെറ്റ് 6 മാർക്ക്, ആൻഡ് ഫോർ എ 15 മാർക്ക് യു വിൽ ബി ഗെറ്റിംഗ് സംവെയർ അറൌണ്ട് 7.5, അല്ലെങ്കിൽ ഒരു 50%. ഇതാണ് ഒരു ബേസിക് രീതി വരുന്നത് നമ്മുടെ ആൻസറിങ് കിട്ടുമ്പോൾ വരുന്നത്. അപ്പം ഇത് ഞാൻ പറഞ്ഞു മാക്സിമം മാർക്കാണ്. പക്ഷേ നിങ്ങളൊരു ചോദ്യം നിങ്ങൾക്ക് കിട്ടി, ആ ചോദ്യത്തിന് ഭയങ്കരമായിട്ട് നിങ്ങൾക്കൊന്നും അറിയത്തില്ല, പക്ഷെ ചോദിച്ചിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലപോലെ എഴുതാൻ പറ്റി, മേജർ പാർട്ടുകൾ നല്ലപോലെ അഡ്രസ്സ് ചെയ്താൽ നിങ്ങൾക്കൊരു മിനിമം 3 തൊട്ട് 3.5 മാർക്ക് കിട്ടും 10 മാർക്കിന്റെ ചോദ്യത്തിന്. ഇഫ് യു ജസ്റ്റ് സബ്സ്റ്റാൻഷിയേറ്റ് വാട്ട് യു ഹാവ് റിട്ടൺ, ചോദിച്ചിരിക്കുന്നതിന് അഡ്രസ് ചെയ്താൽ. 15 മാർക്കിനാണെങ്കിൽ യു ക്യാൻ ഗെറ്റ് സംവെയർ അറൌണ്ട് 5 to 5.5. ഇവിടെ നിന്ന് ഒരു ബെസ്റ്റ് ആൻസർ, അതായത് എല്ലാ ഭാഗവും തമ്മിൽ വ്യത്യസ്തമാക്കുന്നത് ഒരു 1.5 അല്ലെ 2 മാർക്കിന്റെ വ്യത്യാസമാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇത്രയല്ലേ ഉള്ളൂ, 1.5 മാർക്കിന്റെ വ്യത്യാസത്തിന് എന്ത് സംഭവിക്കാനെന്ന് നമുക്ക് തോന്നാം. പക്ഷെ ഇവിടെയാണ് UPSC-യുടെ ഏറ്റവും വലിയൊരു ചലഞ്ച് ഇരിക്കുന്നത്. UPSC-യിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ നിങ്ങളോട് പറഞ്ഞു 20 ചോദ്യം ഉണ്ടെന്നല്ലേ. 20 ചോദ്യം. ജസ്റ്റ് ഇമാജിൻ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ ബെസ്റ്റ് ആയിട്ട് എഴുതുമ്പോൾ ഒരു ചോദ്യത്തിന് പോട്ടെ 1 മാർക്ക് നിങ്ങൾക്ക് കിട്ടും എക്സ്ട്രാ എന്ന് വിചാരിച്ചു. വെൻ യു റൈറ്റ് എ വെരി ഗുഡ് ആൻസർ ദാൻ ആൻ ആവറേജ് ആൻസർ. അപ്പൊ ടോട്ടലി ഒരു പേപ്പറിന് എത്ര മാർക്ക് നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടും? 20 ക്വസ്റ്റ്യൻ ആവുമ്പോ 20 മാർക്ക്. എത്ര GS പേപ്പേഴ്സ് ആവുള്ളേ? 4. 20 into 4 80 മാർക്സ്. നിങ്ങൾ സർവീസിന്റെ ഇന്റർവ്യൂ കോൾ കിട്ടുമോ പുറത്താകുമോ എന്ന് തീരുമാനിക്കുന്ന ഈ 80 മാർക്കായിരിക്കും ചിലപ്പോൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് എഴുതണം. അതായത് ഒരു ചോദ്യത്തിന്റെ മേജർ പാർട്ടുകൾ, അതായത് ചോദ്യത്തിൽ ഡയറക്റ്റ് ചോദിച്ചിരിക്കുന്ന കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും 3 അല്ലെങ്കിൽ 3.5 അല്ലെങ്കിൽ അങ്ങേയറ്റം 4 മാർക്ക് കിട്ടും. പക്ഷെ നിങ്ങളൊരു ചോദ്യത്തിന്റെ മേജർ പാർട്ടും മൈനർ പാർട്ടും നല്ല രീതിയിൽ അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പം ഒരു 4.5 അല്ലെങ്കിൽ 5 മാർക്കിലേക്ക് കിട്ടും. നിങ്ങൾ നല്ലൊരു ഇൻട്രൊഡക്ഷനും നല്ലൊരു കൺക്ലൂഷനും മേജറും മൈനർ പാർട്ടും എല്ലാം അഡ്രസ്സ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് 5.5 തൊട്ട് 6 മാർക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മളുടെ സംഭവം എന്താ? ഒരു ചോദ്യം കാണുമ്പോൾ അതിന്റെ മേജർ പാർട്ട് എന്താണ്, അതിന്റെ മൈനർ പാർട്ട് എന്താണ്, അതിനെങ്ങനെ നല്ലൊരു ഇൻട്രൊഡക്ഷൻ എഴുതാം, എങ്ങനെ ഒരു നല്ല കൺക്ലൂഷൻ എഴുതാം. ഇതായിരിക്കണം നമ്മുടെ മനസ്സിൽ കൂടി ഓടേണ്ട ഏറ്റവും പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സാധനം. ക്ലിയർ? ഇവിടെ ഒരു ക്ലിയർ ആണോ എല്ലാവർക്കും? ക്ലിയർ ആണ്. ഞാൻ സ്പീഡ് കൂടുതലോ കാര്യങ്ങളോ ആണോ? ലൈക്ക് യു ഗൈസ് ആർ ഫോളോയിങ് റൈറ്റ്? എനിക്ക് ആ ഓക്കെ. രണ്ടുപേരുടെ മുഖമാണ് കാണാൻ പറ്റുന്നത്. എന്നോട് സ്നേഹമുള്ള 2 പേര് മാത്രമേ ഉള്ളൂ ഇവിടെ, ഗോവിന്ദും തൃശ്ശയും. ബാക്കി ആരും എന്നെ കാണാൻ പോലും കൂട്ടാക്കുന്നില്ലെന്ന് തോന്നുന്നു. ഇവിടെ വേറെ ആരും ഉണ്ടോ? ഓക്കെ, ഗ്രേറ്റ്. അപ്പൊ പിന്നെ എങ്ങനെയാണ് അപ്പോ ജസ്റ്റ് നമുക്ക് എങ്ങനെയാണ് മേജറും മൈനർ പാർട്ടും സെറ്റ് ആക്കുന്നതെന്ന് നോക്കാം. അപ്പൊ ഈ ചോദ്യം നിങ്ങൾ എല്ലാവരും കണ്ടോ? ആരും ഇതൊന്ന് വായിക്കാമോ? Can anybody read it aloud? ജസ്റ്റ് എല്ലാവരും ഉണ്ടോന്ന് കയറി. What are the different parts of question? How do you? അതല്ലടാ ഈ ക്വസ്റ്റ്യൻ. Okay. The growth of India's health sector is inspiring to watch. Elaborate the reasons behind the growth and suggest reforms for betterment of the same. ഓക്കെ, ഗ്രേറ്റ്. അപ്പൊ എല്ലാവരും ചാറ്റിനകത്ത് ഈ ചോദ്യത്തിന്റെ മേജർ പാർട്ട് എന്ന് വെച്ചാൽ ഒരു കാരണവശാലും മിസ് ചെയ്യാതെ എഴുതേണ്ട ഭാഗം ഏതൊക്കെയാണെന്ന് ചാറ്റിൽ റിപ്ലൈ ചെയ്തേ. ആഫ്റ്റർ യു റീഡിങ് ജസ്റ്റ് നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നറിയാനാ. നിങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ട് അയച്ചോ. എവറി വണ്ണിനകത്ത് ഇൻഡിവിജ്വൽ ആയിട്ട് എന്നെ സെലക്ട് ചെയ്ത് അയക്കാൻ നിങ്ങൾക്ക് പറ്റും. അങ്ങനെ അയച്ചാൽ മതി. എല്ലാവരും ചെയ്യണേ.
ഇത് ചെയ്യുന്ന അനുസരിച്ചിട്ടേ നമുക്ക് മുന്നോട്ട് കാര്യമായിട്ട് പോകാൻ പറ്റൂ. അതുകൊണ്ടാണ് നിങ്ങൾ വായിച്ചോളൂ. ഐ വിൽ ബി ഗിവിംഗ് യു ലൈക്ക് 1 minute ഓഫ് ടൈം. ഏതാണ് ഏറ്റവും കോർ ഇമ്പോർട്ടൻറ്റ് പാർട്ട് വിച്ച് യു ഷുഡ് നോട്ട് മിസ്? ഒന്നുണ്ടോ, രണ്ടുണ്ടോ, മൂന്നുണ്ടോ? അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ചോദിച്ചിരിക്കുന്നതിലെ കോർ പാർട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും എഴുതേണ്ട എന്താന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. എനിക്ക് 1, 2, 3, 4 ഉത്തരവേ കിട്ടിയിട്ടുള്ളേ. ബാക്കി എല്ലാവരോട് പോയി. ഫെബ, what about others? ഇനിയുണ്ടല്ലോ മറുപടി വരാൻ. ദേവിക, ജോമി, സ്നേഹ മറിയം, ഷാലു, ആതിര. ആതിര അയച്ചു. ഇനി ആരെല്ലാം അയക്കാനുണ്ടോ? നിബടി ടൈപ്പിംഗ്? ഞാൻ വെയിറ്റ് ചെയ്യണോ? ഓക്കെ. സി, വളരെ നല്ല രീതിയിൽ പലരും മനസ്സിലാക്കുന്നുണ്ട്. സി, നമ്മളൊരു മേജർ പാർട്ട് പലപ്പോഴും ചോദ്യത്തിൽ മനസ്സിലാക്കുന്നത്, ചോദ്യത്തിൽ ഡയറക്റ്റ് നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ, നിങ്ങളോട് എന്തെങ്കിലും കാര്യം സ്പെസിഫിക് ആയിട്ട് പറയാൻ പറഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് തന്നു. ദ ഗ്രോത്ത് ഓഫ് ഇന്ത്യാസ് ഹെൽത്ത് സെക്ടർ ഈസ് ഇൻസ്പയറിംഗ് ടു വാച്ച്. ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു. ക്വസ്റ്റ്യൻ മാർക്ക് ഒന്നുമില്ല. ഇറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ് വിച്ച് ഇസ് ഗിവൺ. അതിനുശേഷം എന്താ? ഇലാബറേറ്റ് ദ റീസൺസ് ബിഹൈൻഡ് ദ ഗ്രോത്ത്. ഡയറക്റ്റ് നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ? ഇലാബറേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതൊരു മേജർ പാർട്ടാണ്. ഇലാബറേറ്റ് ദ റീസൺസ് ബിഹൈൻഡ് ദ ഗ്രോത്ത് ഡയറക്റ്റ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്. ദാറ്റ് ഈസ് എ ഡയറക്റ്റ് പാർട്ട്, ദാറ്റ് ഈസ് എ കോർ പാർട്ട് ഓർ എ മേജർ പാർട്ട്. സെക്കൻഡ് എന്താ? സജസ്റ്റ് റിഫോംസ് ഫോർ ദ ബെറ്റർമെന്റ് ഓഫ് ദ സെയിം. അതും ഡയറക്റ്റ് ചോദിച്ചിട്ടുണ്ടോ? നിങ്ങളോട് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ലേ? രണ്ടും ചോദ്യത്തിൽ നിങ്ങളോട് ഡയറക്ട്ലി ചോദിച്ചിരിക്കുന്ന രണ്ട് ഭാഗങ്ങളാണത്. ദാറ്റ് ബിക്കംസ് ദ മേജർ പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ. നിങ്ങൾ എന്തെഴുതിയില്ലെങ്കിലും അത് രണ്ടും നിർബന്ധമായിട്ടും എഴുതിയിരിക്കണം. അതിൽ ഒരെണ്ണം മിസ്സായാൽ തന്നെ നിങ്ങൾക്ക് ടോപ്പ് കിട്ടേണ്ട 6 മാർക്ക് ആണെങ്കിൽ നേരെ ചോദ്യം 3, 3.5 എത്തും. മനസ്സിലായോ? അത് രണ്ടും എഴുതിയില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങേയറ്റം 1.5, 2 മാർക്കോ കിട്ടത്തുള്ളൂ. സോ ദ മേജർ പാർട്ട് ഒരു ക്വസ്റ്റ്യനിൽ പലപ്പോഴും ഇത് സിമ്പിൾ ക്വസ്റ്റ്യനാ. നിങ്ങൾക്ക് ബ്രെയിൻ സ്റ്റോമിങ് ഓരോ ദിവസം ഇട്ട് തരുന്നതിന്റെ കാര്യം നിങ്ങൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. സോ അപ്പൊ മേജർ പാർട്ട് ഏതാ? What are the reasons, or elaborate the reasons, suggest reforms for the betterment of sin. Okay. ഇനിയും ഇതിൽ മൈനർ പാർട്ട് വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഏതൊക്കെ? പെട്ടെന്ന് ചാറ്റിൽ ഇതേപോലെ ഇട്ടെ. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടല്ലാത്ത മൈനർ പാർട്ട് ഏതേലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് ഏത്? ശരവടാ നാട്ടെ, ആർക്കും ഒരു സ്പീഡില്ലല്ലോ. ഇന്നെന്ത് ഉച്ച കഴിഞ്ഞിട്ട് ഉറങ്ങിയിരിക്കുവാണോ? അതോ സൺഡേ ആയിട്ട് വിളിച്ചു വരുത്തിയതിന്റെ ദേഷ്യത്തിലാണോ നിങ്ങൾ? ഏതാണെങ്കിലും സഹിച്ചേ പറ്റത്തുള്ളൂ.
ഞാൻ നിങ്ങളെ വായിക്കുവാണ്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് ടേക്കിംഗ് ടൈം. ഓക്കെ. ആഹാ, മൈനർ പാർട്ട് മനസ്സിലാക്കാൻ എല്ലാവരും പുലികളാണല്ലോ. മേജർ പാർട്ട് പറഞ്ഞപ്പോ ആരുടെയും വായി നാക്കില്ലായിരുന്നോ? ഗ്രേറ്റ് ഗ്രേറ്റ്, നല്ല രീതിയിൽ എഴുതി. സി, നമുക്ക് മൈനർ പാർട്ട് മനസ്സിലാക്കാൻ എന്താ, ചോദ്യത്തിൽ ഡയറക്റ്റ് ചോദിച്ചിട്ടില്ല, പക്ഷെ ഇറ്റ് ഹാസ് ടു ബി അഡ്രസ്ഡ്. ഇപ്പൊ ഇവിടെ ഫസ്റ്റ് വെച്ചത് ദ ഗ്രോത്ത് ഓഫ് ഇന്ത്യാസ് ഹെൽത്ത് സെക്ടർ ഇസ് ഇൻസ്പയറിംഗ് ടു വാച്ച്. അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് എ മൈനർ പാർട്ട്. അതിനെ നമ്മൾ അഡ്രസ് ചെയ്യുന്ന മൈനർ പാർട്ടാണ്. അപ്പം ആ ഗ്രോത്ത് എന്താണ്, ആ എവല്യൂഷൻ ഓഫ് ഇന്ത്യാസ് ഹെൽത്ത് സെക്ടർ ക്യാൻ ബി വൺ ഓഫ് യുവർ മൈനർ പാർട്സ്. കാരണം ഇതൊരു 15 മാർക്കർ ചോദ്യമാണ്, 3 പേജ് എഴുതണം. സോ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു ചെറിയ ഡയഗ്രാമോ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനോ ആയിട്ട് നിങ്ങൾക്ക് നമ്മുടെ എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ ഹെൽത്ത് സെക്ടർ പറയാം. എവിടെ കിടക്കുന്നു പോണേ, ലൈഫ് എക്സ്പെക്ടൻസി പണ്ട് എപ്പോഴായിരുന്നു, ഇപ്പൊ എങ്ങനായിരുന്നു, നമ്മുടെ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റോ ഏതെങ്കിലും സാധനങ്ങൾ അങ്ങനെ 3-4 എണ്ണം എടുത്തിട്ട് ആ ഒരു എവല്യൂഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. ഇന്ത്യയുടെ ആണ് ഞാൻ പറഞ്ഞു. സോ ദാറ്റ് ക്യാൻ ബി എ മൈനർ പാർട്ട്. അപ്പോൾ ഇൻട്രൊഡക്ഷനിൽ നമ്മുടെ ഹെൽത്ത് സെക്ടറിനെ പറ്റി പറയാം, അല്ലെങ്കിൽ റീസെന്റ് ഉള്ള ഇനിഷ്യേറ്റീവ്സിനെ പറ്റി പറയാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒരു മൈനർ പാർട്ടായിട്ട് ഇതിന്റെ എവല്യൂഷൻ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതുകൊണ്ട് തീരുന്നില്ല. ഇവിടെ പറഞ്ഞു ഇലാബറേറ്റ് ദ റീസൺസ് ബിഹൈൻഡ് ദ ഗ്രോത്ത്. സോ വളർന്നുകൊണ്ടിരിക്കുക അല്ലേ. അപ്പൊ അതിനുശേഷം ചോദിച്ചിരിക്കുന്നത് എന്താ, സജസ്റ്റ് റിഫോംസ് ഫോർ ദ ബെറ്റർമെന്റ് ഓഫ് സെയിം. അപ്പൊ അവിടെ റിഫോംസ് വന്നു അല്ലേ. അത് റിഫോം ചെയ്യണമെന്ന് പറയപ്പെടാനുള്ള കാര്യം എന്താ, അവിടെ ചലഞ്ചസോ പ്രശ്നമോ ഉള്ളത് കൊണ്ടല്ലേ ഡെവലപ്മെന്റിനെ പറ്റി പറയുന്നത്. അല്ലെങ്കിൽ ഇറ്റ് ഈസ് സാച്ചുറേറ്റഡ് ദെൻ ആൻഡ് ദെയർ. അപ്പൊ അടുത്ത മൈനർ പാർട്ട് എന്ത് വരും, വാട്ട് ആർ ദി ചലഞ്ചസ്. കാരണം ചലഞ്ചസ് പറഞ്ഞു കഴിഞ്ഞിട്ട് റിഫോം പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അപ്പൊ ഈ ചോദ്യത്തിന് നമ്മുടെ സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ എങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് പ്രോപ്പറായിട്ട് സ്ട്രക്ചർ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കണം. അപ്പം ഇത്രയും സാധനം വേണം. ഇൻട്രൊഡക്ഷൻ വേണം, മൈനർ പാർട്ട് വേണം, മേജർ പാർട്ട് വേണം, കൺക്ലൂഷൻ വേണം. സോ ഈ ഒരു ചോദ്യത്തിന് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് ചെയ്യണം, വി ഹാവ് ടു ഗീവ് ആൻ ഇൻട്രൊഡക്ഷൻ. ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ പ്ലേസ് ചെയ്യണം. ആ ഇൻട്രൊഡക്ഷനിൽ നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ ആ ഇൻട്രൊഡക്ഷൻ തന്നെ നമുക്ക് നമ്മുടെ എവല്യൂഷൻ പ്ലേസ് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മുടെ ഇൻട്രൊഡക്ഷനകത്ത് റീസെന്റ് ആയിട്ടുള്ള നമ്മുടെ 2-3 ഗവൺമെന്റ് സ്കീംസ് എടുത്ത് വെച്ചിട്ട് ഇതൊക്കെ കാരണം നമ്മുടെ ഗ്രോത്ത് അതിഭയങ്കരമായി മുന്നോട്ട് പോകുക എന്നുള്ള ഒരു 2 to 3 ലൈൻ, അങ്ങേയറ്റം ഒരു 4 ലൈനെ ഉള്ള രീതിയിൽ ഇൻട്രൊഡക്ഷൻ പ്ലേസ് ചെയ്യാം. ആ ഇൻട്രൊഡക്ഷന് ശേഷം യു ക്യാൻ പ്ലേസ് യുവർ എവല്യൂഷൻ ഓഫ് ഇന്ത്യാസ് ഗ്രോത്ത് ഇൻ ഹെൽത്ത്. അതിനുശേഷം വി ക്യാൻ ഫിക്സ് ദി റീസൺസ് ബിഹൈൻഡ് ദ ഗ്രോത്ത്. റീസൺസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഗ്രോത്ത് പറഞ്ഞു, പിന്നെന്താ നമുക്ക് വരുന്നത്, വി ഹാവ് ചാലഞ്ചസ്. ചാലഞ്ചസിന് ശേഷം എന്താ വരുന്നത്, റിഫോംസ്. അവിടെ കൊണ്ട് നിർത്തിയെന്ന് വിചാരിക്കേണ്ട. ഇറ്റ് വുഡ് ബി ബെറ്റർ ആൻഡ് കംപ്ലീറ്റ് എല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് കൺക്ലൂഷനോട് എഴുതാൻ പറ്റും. ഇപ്പൊ ഇതൊരു ഫ്ലോ ഇല്ലേ, ഇല്ലേ? പോയിന്റ്, അല്ലാതെ നമ്മൾ എക്സ്ട്രാ തള്ളലും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, നമുക്കപ്പം പല രീതിയിൽ ഹെഡിങ്സ് എഴുതി. ഇപ്പൊ ഇൻട്രൊഡക്ഷൻ ഹെഡിങ് എഴുതണമെന്നില്ല, നമ്മൾ ഇൻട്രൊഡക്ഷൻ എഴുതുന്നു ഒരു 3 ലൈൻ. അതിനുശേഷം എവല്യൂഷൻ വേണേ നമുക്കൊരു സബ് ഹെഡിങ് ബോക്സിലിട്ട് എഴുതാം, റീസൺസ് ഒരു സബ് ഹെഡിങ്ങിൽ ബോക്സിലിട്ട് എഴുതാം, ചലഞ്ചസ് ഒരു ബോക്സ് സബ് ഹെഡിങ്ങിൽ എഴുതാം, റിഫോംസ്, കൺക്ലൂഷൻ. ഇതാണ് ഒരു ബേസിക് സ്ട്രക്ചർ. സ്ട്രക്ചറിന് കരുത് ആർക്കെങ്കിലും ഇപ്പൊ സംശയമുണ്ടോ ഇനിയും? എനിബഡി? ഒരു ചോദ്യത്തിലെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ മനസ്സിലായില്ലേ എങ്ങനെയാണ് നമ്മൾ ഒളിഞ്ഞിരിക്കുന്ന
ഒരു സാധനം എടുക്കുന്നതും ഉള്ളതിൽ നിന്നും എടുക്കുന്നതിൽ നിന്നും ഉള്ള ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിയോ? Yes, sir. Okay, answer. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് ടോപ്പേഴ്സ് ഇതെങ്ങനെയാണ് പ്രേസ് ചെയ്തതെന്നുള്ളത് നമുക്ക് നോക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞു ബോഡി പാർട്സിനകത്ത് നമുക്ക് സബ് ഹെഡിങ്സ് എടുക്കാം. ഇപ്പൊ ഈ ചോദ്യത്തിൽ തന്നെയാണെങ്കിൽ ആദ്യമേ ഒരു ഇൻട്രൊഡക്ഷൻ എഴുതിയിട്ട് നമുക്ക് ഫസ്റ്റ് സാധനം ഗ്രോത്ത് ഓഫ് ഇന്ത്യാസ് ഹെൽത്ത് സെക്ടർ എന്ന് പറഞ്ഞൊരു സബ് ഹെഡിങ് കൊടുക്കാം, ചോദ്യത്തിൽ നിന്ന് തന്നെ എടുത്ത്. അതിന്റെ ഗുണം എന്താണെന്നറിയോ? എക്സാമിന് നിങ്ങളുടെ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ ആദ്യമേ ചോദ്യം വായിച്ചിട്ട് ആ സബ് ഹെഡിങ് ആയിരിക്കും കാണുന്നത്, എടുത്തെഴുതി നമ്മൾ വെക്കണത്. ഇപ്പൊ എക്സാമിന് ഉടനെ തന്നെ മനസ്സിലാവും, ആ ഈ കുട്ടി ചോദ്യത്തിന് തന്നെ ഉത്തരം എഴുതിയിട്ടുണ്ട് എന്നൊരു ഫീലിംഗ് കിട്ടും. അതാണ് സബ് ഹെഡിങ്സിന്റെ പ്രത്യേകത. അത് ചോദ്യത്തിൽ നിന്ന് തന്നെ മാക്സിമം എടുക്കുക, എന്താണോ ചോദിച്ചത്. അല്ലാതെ നിങ്ങൾ ഭയങ്കര ഇന്നോവേറ്റീവ് ആയിട്ട് ഭയങ്കര സംഭവം എടുത്തിട്ട് അവസാനം ചോദ്യമായിട്ട് കണക്ഷൻ തോന്നാത്ത രീതിയിലാകല്ലേ. കാരണം ചോദ്യത്തിന്റെ വായിച്ച ആദ്യം തൊട്ട് അവസാനം വരെ ചോദ്യവുമായിട്ട് നിങ്ങൾക്ക് കണക്ഷൻ പുലർത്താൻ പറ്റണം. നല്ല രീതിയിൽ ഇപ്പം സബ് ഹെഡിങ്സും കാര്യങ്ങളൊക്കെ ബോക്സിനകത്തോ ക്യാപ്സ് ലോക്കിലോ ഒക്കെ ആക്കി എഴുതുകയാണെങ്കിൽ എക്സാമിന് വായിക്കാം. അതിന്റെയൊക്കെ പ്രത്യേകത ഞാനിപ്പോൾ പറഞ്ഞുതരാം. ലെറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ഇൻട്രൊഡക്ഷൻ. ഇപ്പൊ ഞാൻ പറഞ്ഞ ചോദ്യത്തിന്റെ ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ഭാഗം എന്താ? ഇൻട്രൊഡക്ഷൻ. അപ്പൊ ഏതൊക്കെ രീതികളിൽ നമുക്ക് ഇൻട്രൊഡക്ഷൻ എഴുതാമെന്നുള്ള പെട്ടെന്നൊന്ന് നോക്കാം. നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് ഇതിലേക്ക് ഒന്ന് നോക്കണേ. കാണാൻ പറ്റുന്നുണ്ടല്ലോ എല്ലാവർക്കും? Yes, sir. കാണാം. ഓക്കെ. ദ മോസ്റ്റ് സ്റ്റാൻഡേർഡ് ഓർ ദി എന്താണ് ഗോ ടു ഗോ ഡെഫിനേഷൻ ആണ് ഇൻട്രൊഡക്ഷനിൽ. ഒരു ചോദ്യം ചോദിച്ചാൽ അതിനെ അറ്റ്ലീസ്റ്റ് നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കുക. ഞാൻ ഈ എടുത്തിരിക്കുന്ന സ്നിപ്പറ്റ്സ് എല്ലാം ടോപ്പേഴ്സിന്റെ ആണേ, അല്ല ഞാൻ എഴുതിയത് ഒന്നുമല്ല. ടോപ്പേഴ്സിന്റെ കമ്പൈലേഷനിൽ നിന്ന് എടുത്ത ആൻസേഴ്സ് ആണ്. അപ്പൊ നോക്കിയേ, ആദ്യത്തെ ചോദ്യം നോക്കിയേ, വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ നോൺ ഫഞ്ചിബിൾ ടോക്കൺ? ഡിസ്കസ് ദ സിഗ്നിഫിക്കൻസ് എന്നാണ് ഫസ്റ്റ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അത് നോക്കിയേ, ഒരു ടോപ്പർ എഴുതിയിരിക്കുന്നത് നോൺ ഫഞ്ചിബിൾ ടോക്കൺ ആർ ക്രിപ്റ്റോ ബേസ്ഡ് അക്നോളജ്മെന്റ് ഓഫ് പൊസഷൻ ഓഫ് എ യൂണിക് ഡിജിറ്റൽ കണ്ടന്റ്. എത്ര ലൈൻ ഉണ്ടത്? 3 ലൈൻ. പക്ഷെ തള്ളലാണോ? അല്ല. ഇറ്റ്സ് എ ഡെഫിനേഷൻ ഓഫ് വാട്ട് ഈസ് ബീങ് ഡൺ. ഇങ്ങനെ എഴുതുന്ന ഇൻട്രൊഡക്ഷനിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ബിക്കോസ് ദിസ് ഇസ് എ ബേസിക് ഇൻട്രൊഡക്ഷൻ വിച്ച് യു ഹാവ് ടു റൈറ്റ്. കുറച്ചുകൂടെ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് വരുമ്പോൾ നമുക്ക് കണ്ടെക്സ്റ്റുകൾ പ്ലേസ് ചെയ്യാം, സിറ്റുവേഷൻ. ഇപ്പൊ ഇതിനകത്തൊരു ചോദ്യം, ബ്ലൂ എക്കണോമി എന്ന് പറയുന്നത് ഹാസ് ദ പൊട്ടൻഷ്യൽ ഓഫ് ആക്സിലറേറ്റിംഗ് ഇന്ത്യാസ് എക്കണോമിക് ഗ്രോത്ത്. ഡിസ്കസ് വാട്ട് ചാലഞ്ചസ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇസ് ഫേസിംഗ് ഇൻ ഹാർനസിംഗ് ദിസ് പൊട്ടൻഷ്യൽ എന്നൊരു ചോദ്യം വന്നിരിക്കുക. അപ്പൊ നോക്കിയേ, ടോപ്പർ എഴുതിയിരിക്കുന്ന ഒരു ആൻസർ, ബ്ലൂ എക്കണോമി ഹാസ് ഗെയിൻ റിലവൻസ് സിൻസ് IORA മീറ്റിംഗ് 2018. അപ്പൊ ഈ ചോദ്യം തന്നെ വരാനുള്ള കോണ്ടെക്സ്റ്റ് ആ ടോപ്പർ അവിടെ എഴുതി വെച്ചിരിക്കുക. അപ്പൊ തന്നെ എക്സാമിനർ മനസ്സിലായി, ആഹാ ഇവൻ ചുറ്റും നടക്കുന്ന കാര്യം അറിയുന്നുണ്ട്, ഈ ചോദ്യം എങ്ങനെ വന്നു എന്നുള്ളവന് മനസ്സിലായോ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ വൈസ് പ്രസിഡന്റിനെ പറ്റി ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് ദ റീസെന്റ് ഇലക്ഷൻ വൈസ് പ്രസിഡന്റ് നടന്നു, അതിൽ ഇന്ന ആർട്ടിക്കിൾ വഴി പുള്ളി കയറി എന്ന് പറയുമ്പോൾ എക്സാമിനറിന് മനസ്സിലാവും ഈ കുട്ടിക്ക് എന്താണ് നടക്കുന്നത്, ആ കോണ്ടെക്സ്റ്റ്, ആ സിറ്റുവേഷൻ, ഈ ചോദ്യം വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവും. ക്ലിയർ? ദോസ് ആർ കോണ്ടെക്സ്റ്റുവൽ ഇൻട്രൊഡക്ഷൻസ് വിച്ച് യു ക്യാൻ ഡു. അതിനുശേഷം നമുക്ക് അല്ലാതെയും ചെയ്യാം. എസ്പെഷ്യലി GS 3 എക്കണോമി ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ വരുവാണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് പ്ലേസ് ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റും. അതായത് വ്യക്തമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ. ഇപ്പൊ ഒരു ചോദ്യം, ഈ ചോദ്യം എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ ഇടയ്ക്ക് എങ്ങാണ്ട് എഴുതിയതാണോ എന്ന് എനിക്ക് സംശയമുണ്ട് ഇൻ യുവർ വർക്ക്ഷോപ്സ്. അപ്പം ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി ക്യാൻ be the key in bridging the gap between food sufficiency and nutrient deficiency in the country എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എക്സാമിനർ ടോപ്പർ കൊടുത്തിരിക്കുന്ന ആൻസർ നോക്കിയേ, ഫുഡ് പ്രോസസ്സിംഗ് സെക്ടർ എന്ന് പറയുന്നത് 13 മില്യൺ പീപ്പിളിനെ എംപ്ലോയ് ചെയ്യുകയും 1.6% ടു ദ GDPക്ക് ഉണ്ടെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ചോദ്യത്തിനെ ഹിറ്റ് ചെയ്തു, കാരണം പറഞ്ഞു ഇറ്റ് ക്യാൻ ബി ദ കീ ഇൻ ബ്രിഡ്ജിങ് ദ ഗ്യാപ്പ് എന്നാണ്. അപ്പം ഇത് 13 മില്യൺ ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നുണ്ട്, 1.6% ആൾക്കാർക്ക് ഇത് എന്ത് കൊടുക്കും? ന്യൂട്രീഷൻ സെക്യൂരിറ്റി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ എഴുതുന്ന ഇൻട്രോയ്ക്ക് തന്നെ ചിലപ്പോൾ ഒരു 1/2 മാർക്ക് നിങ്ങൾക്ക് വീഴും. അതായത് ഒരു ബേസിക് 3 മാർക്ക് കിട്ടിയിട്ട് നിങ്ങൾ ഇരിക്കുക, ഒരു നല്ല ഇൻട്രൊഡക്ഷനും നല്ല കൺക്ലൂഷനും നിങ്ങൾ വാല്യൂ പോയിന്റ് എഴുതുവാണെങ്കിൽ ഒരു 1/2 തൊട്ട് 1 മാർക്ക് നിങ്ങൾക്ക് കൂടുതൽ കിട്ടും. സ്റ്റാറ്റിസ്റ്റിക്സ് കൊടുക്കാം. അനദർ ക്വസ്റ്റ്യൻ, അർബനൈസേഷനെ പറ്റി ഒരു ചോദ്യം ചോദിച്ചു. ടോപ്പർ നോക്കിയ വെറും 3 ലൈനിലേ ഉള്ളൂ ഇൻട്രൊഡക്ഷൻ, പക്ഷെ ആ ഇൻട്രൊഡക്ഷൻ ചിലപ്പോൾ 1/2 മാർക്ക് കിട്ടും.
സെൻസസിനെ കോട്ട് ചെയ്തിട്ട് 30% അർബൻ പോപ്പുലേഷൻ 50% ആകും 2050. ഇറ്റ്സ് എ വെരി സ്ട്രോങ് വാല്യൂ അഡീഷൻ. ഇപ്പൊ പൊളിറ്റി ചോദ്യങ്ങളായിക്കോട്ടെ, ദ ബെസ്റ്റ് വേ ടു റൈറ്റ് ഇറ്റ് ഈസ് ബൈ കോട്ടിങ് ആർട്ടിക്കിൾസ്. CAG പറ്റി ചോദിച്ചപ്പോൾ ഒരു ആർട്ടിക്കിളും പറഞ്ഞു, അതേപോലെ തന്നെ അത് ചെയ്യുന്ന ഫങ്ഷനും കണക്ട് ചെയ്ത് പറഞ്ഞു. നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. അമെൻമെന്റുകൾ കൊണ്ടുവരാം പൊളിറ്റി ഉത്തരവാണെങ്കിൽ. ഇവിടെ നോക്കിയേ, ചോദിച്ചിരിക്കുന്ന അർബൻ ലോക്കൽ ബോഡിയെ പറ്റി പറഞ്ഞപ്പോഴത്തേക്ക് നോക്കിയേ, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ഈ അർബൻ ലോക്കൽ ബോഡിയും റൂറൽ ലോക്കൽ ബോഡിയും എങ്ങനെ വന്നു, അതേപോലെ അതിന് പവർ കൊടുക്കുന്ന ആർട്ടിക്കിൾ എങ്ങനെയാണ്. ഇവിടെ നിങ്ങളൊരു പ്രത്യേകം ശ്രദ്ധിച്ചോ, 2 പാരഗ്രാഫിലായിട്ട് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതിയിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? അതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഒരു ഒറ്റ പാരഗ്രാഫിൽ ഇത് മൊത്തം എഴുതുവാണെങ്കിൽ ഈ സെക്കൻഡ് പാർട്ട് ചിലപ്പം ആൾക്കാർ ശ്രദ്ധിക്കണമെന്നില്ല. ലോങ് പാരഗ്രാഫ്സ് നമ്മൾ എഴുതുകയാണെങ്കിൽ എക്സാമിനേഴ്സിന്റെ റിട്ടൻഷൻ കുറയും. പക്ഷെ ഇവിടെ സ്പ്ലിറ്റ് ചെയ്ത് തൊട്ടടുത്ത ആർട്ടിക്കിൾ 243 എഴുതി അതിനെ അവർ അണ്ടർലൈനും കൂടി ചെയ്ത് വെക്കുമ്പോൾ എക്സാമിനറുടെ ശ്രദ്ധ ആ ഓരോ പോയിന്റിലും കിട്ടും. 3 ലൈനർ 4 ലൈനർ, ദാറ്റ് മീൻസ് ഇത് രണ്ടും എക്സാമിന്റെ തലയിൽ കയറും. ഒരു ലോങ് പാരഗ്രാഫ് ആണെങ്കിൽ ചിലപ്പോൾ ആദ്യം വായിച്ചിട്ട് പിന്നെ ലാസ്റ്റ് വരെ വായിക്കാൻ നിൽക്കണമെന്ന് നിർബന്ധമില്ല. പിന്നെ കോട്ടുകൾ കൊടുക്കാം. വൈ ദർ ഹാസ് ബീൻ നോ സിഗ്നിഫിക്കൻറ്റ് റിഫോം ഇൻ അഗ്രികൾച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് MS സ്വാമിനാഥന്റെ അഗ്രികൾച്ചറിനെ സംബന്ധിച്ച കോട്ടുകൾ കൊടുക്കാം, പെർസ്പെക്റ്റീവ്സ് കൊടുക്കാം. ഇപ്പൊ സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷനെ പറ്റി പറയുമ്പോഴത്തേക്ക് ഐ ക്യാൻ ടേക്ക് ദ ക്വസ്റ്റ്യൻസ് അറ്റ് ദ ലാസ്റ്റ്. ഓക്കെ, നമുക്ക് അല്ലെങ്കിൽ ഒന്ന് ഇതാ, ഞാൻ അവസാനം എല്ലാവരുടെയും ചോദ്യങ്ങൾ എടുക്കാം. ഡു നോട്ട് വറി. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ, അല്ലെങ്കിൽ നമുക്ക് നീണ്ടു പോകും. തീർത്തതിന് ശേഷം എല്ലാവരുടെയും ഡൗട്ട് ചെയ്യാൻ എടുക്കാം. അപ്പൊ കോട്ടുകൾ കൊടുക്കാം, പെർസ്പെക്റ്റീവ്സ് നമുക്ക് കൊടുക്കാം. ഇതെല്ലാം കൊടുക്കാവുന്ന ഏരിയാസ് ആണ്. ദർ ആർ ഡിഫറെന്റ് വേസ് ടു റൈറ്റ് ആൻസർ. അപ്പം നമ്മളൊരു 20 ചോദ്യങ്ങളാണ് UPSC മെയിൻസിൽ എഴുതുന്നത്. എല്ലാം ഒരേ രീതിയിൽ എഴുതുന്നതിനേക്കാളും നല്ലത് ചെറിയ രീതിയിൽ ഓരോന്നിലും മാറ്റങ്ങൾ വരുത്തിയാൽ വളരെ നല്ലതാണ്. ഓക്കെ, ഇനി എന്തൊരു സംശയമുണ്ട് ഇതുവരെയുള്ളതിൽ? എന്തായിരുന്നു, ആരായിരുന്നു ചോദിച്ച ഡൗട്ട്? somebody spoke in between. ഞാൻ ചോദിച്ചത്, ഈ കോട്ട് എഴുതുമ്പോ അതാരാണ് പറഞ്ഞിരിക്കുന്നത് എന്നതും കൂടി എഴുതണം. അല്ലെങ്കിൽ കോട്ട് എഴുതിയിട്ട് കാര്യമില്ല. നമ്മൾ ആ കൊടുക്കുന്ന ഐഡിയ നമ്മുടെതെന്ന് പെർസ്പെക്റ്റീവ് അല്ല, പെർസ്പെക്റ്റീവ് വേണം, ബട്ട് കോട്ട് കോട്ട് ചെയ്ത് നിങ്ങൾ 2 എണ്ണത്തിനകത്ത് ഇടുവാണോ, ഇറ്റ് ഷുഡ് ബി എക്സാക്ട്ലി ദ സെയിം ലൈൻസ് ആസ് വെൽ ആസ് യു ഹാവ് ടു കോട്ട് ദി പേഴ്സൺ ആസ് വെൽ. ദാറ്റ് ഈസ് എ വേ ടു ഡു ഇറ്റ്. അപ്പം ഇനി ബോഡി പാർട്ടിലേക്ക് വരാം. എങ്ങനെയാണ് ബോഡി പാർട്ടുകൾ? ഈ ചോദ്യം ഒന്ന് വായിച്ചേ. നമ്മൾ മുമ്പേ കോട്ട് കണ്ട ഒരു ചോദ്യമാണ്. വൈ there has been no significant reform in agriculture sector in the past few decades, even when a broad consensus exists that farming is becoming non-remunerative and sustainable. Okay, ഒരു ചോദ്യമാണ്, ഒരു ടോപ്പർ എഴുതിക്കുന്ന ആൻസർ ആണ്. നിങ്ങൾ ഇതൊന്ന് കെയർഫുള്ളി എക്സാമിൻ ചെയ്യണേ. ഫസ്റ്റ് നോക്കിയേ, 3 ലൈനർ ഇൻട്രൊഡക്ഷൻ. Agriculture in India forms a mainstay of economy as it employs 45% of the population. അത് ഏതാണെന്നും കോട്ട് ചെയ്തു. ഫസ്റ്റ് സബ് ഹെഡിങ് നോക്കിയേ, നോൺ റെമ്യൂണറേറ്റീവ് ആൻഡ് അൺസസ്റ്റൈനബിൾ ഫാമിംഗ്. ഫസ്റ്റ് സബ് ഹെഡിങ് എവിടെ നിന്ന് എടുത്തതെന്ന് നോക്കിയേ, ചോദ്യത്തിൽ തന്നെ ഇവിടെ കിടക്കുന്നുണ്ട്, കാണാമോ? നോൺ റെമ്യൂണറേറ്റീവ് ആൻഡ് അൺസസ്റ്റൈനബിൾ. വേണേ ആദ്യമേ എന്തുകൊണ്ട് റിഫോം എടുത്തില്ല? കാരണം റിഫോം സൊല്യൂഷനാണ്. അത് ആദ്യം എടുത്തെഴുതിയാൽ പിന്നെ ചലഞ്ചസ് എഴുതാൻ പറ്റില്ല. സോ ദി ടോപ്പർ ഹാസ് അണ്ടർസ്റ്റുഡ് ദ ഡിമാൻഡ് ഓഫ് ദ ക്വസ്റ്റ്യൻ. ആ ഫ്ലോ പുള്ളിക്ക് മനസ്സിലായി. അതുകൊണ്ട് ആ പ്രശ്നം എന്താന്ന് കണ്ടിട്ട് ആദ്യമേ നോൺ റെമ്യൂണറേറ്റീവ് അൺസസ്റ്റൈനബിൾ ഫാമിംഗ് എടുത്തു. അതിനെപ്പറ്റി 1, 2, 3, 4 പോയിന്റ് എഴുതി. 2 to 4 ലൈനറിലാണ് ആൻസേഴ്സ് എഴുതിയിരിക്കുന്നത്. പ്രോപ്പർ സ്പേസിങ്ങും എല്ലാം കൊണ്ട് പെട്ടെന്ന് ഒരാൾക്ക്, ഇപ്പൊ നിങ്ങൾക്ക് തന്നെ വിചാരിച്ചാൽ പെട്ടെന്ന് വായിച്ചെടുക്കാൻ പറ്റും. അതിനുശേഷം 4 പോയിന്റ് കഴിഞ്ഞ് സെക്കൻഡ് റീസൺസ് ഫോർ നോ റിഫോംസ്. ചോദ്യത്തിന്റെ ഫസ്റ്റ് എന്താ? വൈ ദർ ഹാസ് ബീൻ നോ സിഗ്നിഫിക്കൻറ്റ് റിഫോം. എന്ത് ചെയ്തു? റിഫോംസ് എന്താ ഇല്ലാത്ത? 1, 2, 3, 4 പോയിന്റ്, അല്ലെ 5 പോയിന്റ്. 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓൾറെഡി തന്നെ 9 പോയിന്റ് എഴുതി. Then comes a way ahead. 1, 2, 3.
അപ്പൊ ഇത് പ്രോപ്പറായിട്ട് കൺക്ലൂഷൻ എഴുതിയിട്ടില്ല, ബട്ട് സ്റ്റിൽ ഈ ഒരു ഉത്തരത്തിന് ഒരു 10ൽ 5 അല്ലെങ്കിൽ 5.5 കിട്ടും. ആ കൺക്ലൂഷൻ എഴുതാത്തതിന്റെ അരമാർക്ക് പുള്ളിക്ക് 6 കിട്ടിയില്ലെങ്കിലും ചിലപ്പോൾ ഒരു 5.5 മാർക്ക് വരെ കിട്ടും. എന്നാലോചിക്കുക, 10 മാർക്കിന്റെ ചോദ്യത്തിന് ഓൾമോസ്റ്റ് 12 സോളിഡ് ആയിട്ടുള്ള പോയിന്റ്. ഈ വേഹട്ടിൽ തന്നെ വെറുതെ എഴുതിയിരിക്കുമല്ലോ, നോക്കി കമ്മിറ്റി റിപ്പോർട്ടുകൾ കൊണ്ടുവന്നു അല്ലേ, ഇവിടെ സ്റ്റാറ്റിസ്റ്റിക്സുകൾ കൊണ്ടുവന്നു, പൊളിറ്റിയിലെ ഏത് സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണോ ഏത് സബ്ജക്റ്റ് ആണോ എന്ന് കൊണ്ടുവന്നു. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ കണ്ടന്റ് റിച്ച് ആൻസർ. പ്രോപ്പർ ഫ്ലോ ഉണ്ടോ? ഇപ്പൊ ചോദ്യം ജംബിൾഡ് ആയിട്ടാണ് ചോദിച്ചെങ്കിലും ഹി കെം അക്രോസ് വെരി ഗുഡ് ഫ്ലോ. സോ ഇങ്ങനെയാണ് നമ്മൾ ആൻസേഴ്സ് എഴുതേണ്ട ഒരു രീതി, സോ ദാറ്റ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇത് വൺ ഓഫ് ഇറ്റ് ആണ്. ഈ സെഷന് ശേഷം ഞാൻ ഈ ഡോക്യുമെന്റ് നിങ്ങൾക്ക് അയച്ചു തരും. അതിന്റെ കൂടെ ടോപ്പേഴ്സിന്റെ ആൻസേഴ്സിന്റെ GS 1, 2, 3, 4 കമ്പാരിസൺസ് ഗ്രൂപ്പിൽ അയച്ചു തരും. നമ്മുടെ കയ്യിൽ വേറെ സ്റ്റാൻഡേർഡ് ഒരു സോഴ്സും ഇല്ല ഇങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളത്. നമ്മൾ ടോപ്പേഴ്സിനെ അനലൈസ് ചെയ്തിട്ട് ഇങ്ങനെ എഴുതാമെന്ന് തീരുമാനിക്കണം. ഓക്കെ, സോ അത് നിങ്ങൾ മാക്സിമം വായിക്കാൻ ശ്രമിക്കുക. ഇനി കുറച്ച് കൺക്ലൂഷനൂടെ നോക്കാം. പിന്നെ ഒരു പ്രശ്നം ചോദിച്ചിട്ട് ഈ ചോദ്യത്തിൽ നോക്കിയേ, ഈ ചോദ്യത്തിനകത്ത് ഒരു പ്രശ്നം നിങ്ങളുടെ മുന്നിൽ പറഞ്ഞിരിക്കുക. ഒരു റിഫോമും ഇല്ല, നോൺ റെമ്യൂണറേറ്റീവ് ആൻഡ് അൺസസ്റ്റൈനബിൾ എന്നും പറഞ്ഞിരിക്കുക അല്ലേ, അതൊരു പ്രശ്നമാണ്. അപ്പൊ വേ ഫോർവേഡ് നിർബന്ധമായിട്ട് പറഞ്ഞണം. എപ്പോഴൊരു പ്രശ്നം നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ, വേ ഫോർവേഡോ സജഷനും ചോദിച്ചിട്ടില്ലെങ്കിലും ദാറ്റ് ബിക്കംസ് എ വെരി ഇമ്പോർട്ടന്റ് ഓർ കോർ പാർട്ട്. എഴുതിയേ പറ്റൂ. ദാറ്റ് ഈസ് സംതിങ് വിച്ച് ദ UPSC ഡിമാൻഡ്സ് ഫ്രം യു ഗൈസ്. അപ്പൊ അതിൽ മനസ്സിൽ എന്തായാലും വെച്ചോണം. ഇനി നോക്കിയേ, കൺക്ലൂഷൻ എങ്ങനെയൊക്കെ എഴുതാം. 3-4 ലൈനിൽ തന്നെ കൺക്ലൂഷൻ എഴുതുന്നതാണ് വളരെ നല്ലത്. ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിനെ മൊത്തം ഒന്ന് സമ്മറൈസ് ചെയ്ത് നിങ്ങൾക്ക് എഴുതാം. ചില പ്രത്യേക മാർഗമൊന്നും അതിന് കിട്ടിയെന്ന് വരത്തില്ല, ബട്ട് സമ്മറൈസിങ് എവറിത്തിങ് ഈസ് എ റിയലി ഗുഡ്. അല്ലെങ്കിൽ നടുക്ക് വെച്ച് നിർത്തിയൊരു ഫീല് കിട്ടും. അതല്ല, കുറച്ചുകൂടെ വാല്യൂ കൊണ്ടുവരണോ, ഗവൺമെന്റിന്റെ സ്കീമുകൾ, ഗവൺമെന്റിന്റെ ടാർഗറ്റ്, ഗവൺമെന്റിന്റെ ഐഡിയ നമുക്ക് കൺക്ലൂഷനിൽ പ്ലേസ് ചെയ്യാം. അതുമല്ല, നമുക്ക് ഗവൺമെന്റിന്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് പിന്നെ ഔട്ട്ഡേറ്റഡ് ആയി തുടങ്ങി. ഒന്നും കിട്ടിയില്ലയോ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഒന്ന് പഠിച്ചു വെച്ചാൽ എവിടെയെങ്കിലും ഒക്കെ എടുത്ത് കൺക്ലൂഷൻ ഒന്നും കിട്ടിയില്ല ഇടാം. 20 ചോദ്യത്തിൽ 2 3 കിട്ടുന്ന പറഞ്ഞ ഒരു പ്രശ്നമില്ല. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് കുറച്ച് പൊട്ടലൊക്കെ കേൾക്കുക, ജസ്റ്റ് നിങ്ങളൊന്ന് സഹിച്ചു. അപ്പം അങ്ങനെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അല്ലെങ്കിൽ ആ ചോദ്യത്തിന്റെ ഒരു വേ ഫോർവേഡോ ഒരു അനാലിസിസോ വെച്ചിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ എഴുതിയിരിക്കുന്നതിന്റെ വേ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ചില സമയത്ത് എഴുതി വരുമ്പോൾ ഇതിൽ ചെറിയ മിസ്റ്റേക്സ് ഉണ്ടാവാം. ചിലപ്പോൾ എഴുതിയിരിക്കുന്ന സ്കീംസിന്റെ ചിലപ്പോൾ തെറ്റായിരിക്കാം, ചിലപ്പോൾ കുറച്ച് സ്റ്റാറ്റിക്സിലൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും. നിങ്ങൾ ആ സംഭവങ്ങൾ ഇതിൽ നോക്കണ്ട, കാരണം ആ ഒരു സ്പീഡിൽ വരുന്ന സമയത്ത് തെറ്റുകൾ സംഭവിക്കാം. പക്ഷെ ദ വേ ഓർ ഹൗ ദ സ്ട്രക്ചർ ആണ് നിങ്ങൾ നോക്കേണ്ടത്. ഓക്കെ, സെറ്റാണോ ഇവിടെ വരെ? Okay, sir. ഒരു ജീവനില്ലല്ലോ പിള്ളേരെ, നിങ്ങൾക്ക് എന്താ ഇത്? ഓക്കെ, അപ്പൊ ഇനിയും നല്ലൊരു ആൻസർ എഴുതാൻ ഈ പ്രസന്റേഷനകത്ത് തന്നെ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, നമുക്ക് ഡയഗ്രാംസ് കൊണ്ടുവരാം, മാപ്പുകൾ കൊണ്ടുവരാം, ഫ്ലോ ചാർട്ട്സ് കൊണ്ടുവരാം ഫോർ ബെറ്റർ പ്രസന്റേഷൻ. എലോങ് വിത്ത് ദാറ്റ് നമുക്ക് മനസ്സിലാവണം, ഒരു ചോദ്യം എഴുതാൻ വളരെ കുറച്ച് സമയം നമുക്കുള്ളൂ. ഒരു 10 മാർക്കിന്റെ ചോദ്യം എഴുതാൻ ഏകദേശം ഒരു 7 മിനിറ്റ്, ഒരു 15 മാർക്കിന്റെ എഴുതാൻ നമുക്കൊരു 12-13 മിനിറ്റിനടുത്താണ് നമുക്ക് ഏകദേശം സമയം. അപ്പൊ അത്ര സ്പീഡിൽ എഴുതണം. അപ്പം ലോങ് പാരഗ്രാഫ് എഴുതുന്നതിൽ നമുക്ക് ഡയഗ്രാമും മാപ്പ്, ജോഗ്രഫി പേപ്പർ ആണോ മാപ്പും ഡയഗ്രാമും കമ്പൽസറിയാ. യു ക്യാൻ യൂസ് ബുള്ളറ്റ് പോയിന്റ്സ് rather than long പാരഗ്രാഫ്സ്. ഒരു സാധനം പറയുവാണോ അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ സ്റ്റാറ്റിസ്റ്റിക്സോ റിപ്പോർട്ടുകളോ പോളിസീസോ ഉണ്ടെങ്കിൽ അത് കോട്ട് ചെയ്യാൻ പറ്റണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ UPSC ആൻസർ ടു സബ്സ്റ്റാൻഷിയേറ്റ് അവർ ആൻസേഴ്സ്. നമ്മൾ ഡിഗ്രി ലെവലിൽ ചെയ്തുകൊണ്ടിരുന്ന തള്ളലുകൾക്ക് ഇവിടെ മൂല്യമില്ല എന്ന് സംഭവം. ഒത്തിരി തള്ളി വെച്ചോ നിങ്ങൾക്ക് കിട്ടും 2.5 അല്ലെങ്കിൽ 3 മാർക്ക്. പക്ഷെ നിങ്ങൾ ടു ദ പോയിന്റ് എഴുതുന്നതിനെയൊക്കെ സ്കീമുകളും സ്റ്റാറ്റും വെച്ചിട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? മാക്സിമം മാർക്ക് കിട്ടും. പിന്നെ പ്രോപ്പർ ഫ്ലോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. വൃത്തിയായിട്ട് എഴുതുക, അല്ലാതെ എഴുതുന്നത് പിന്നെ നിങ്ങൾക്ക് തന്നെ വായിക്കാൻ പറ്റാത്ത, എനിക്ക് തോന്നുന്നു ഇവിടെ ആരൊക്കെയോ എന്നെ എഴുതിക്കൊണ്ട് കാണിച്ചപ്പോൾ കൊടുത്തപ്പോൾ അവർക്ക് തന്നെ വായിക്കാൻ പറ്റുന്നില്ല. സോ ഡു നോട്ട് ഡു ദാറ്റ്. വായിക്കുന്നത് നിങ്ങൾക്കും വായിക്കാൻ പറ്റണം. ഒരു എക്സാമിനർ എന്നുള്ള ഒരാളെ
ചെറുപ്പക്കാരായിരിക്കണമെന്നില്ല. വല്ലോ മുതുകളവനോ കണ്ണാടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ എടുത്തായിരിക്കും നോക്കുന്നത്. അപ്പൊ നമ്മൾ നല്ലപോലെ എഴുതിയില്ല, നമ്മുടെ വർഷങ്ങളുടെ കഷ്ടപ്പാടുകൾ അവിടെ പോണേ. സോ കുറച്ച് വലുതായി വൃത്തിയായിട്ട് ഉരുട്ടി എഴുതി കൊടുക്കുക. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഫ്ലോ ഞാൻ പറഞ്ഞു തന്നു. പിന്നെ പറഞ്ഞ പോലെ പഠിക്കണം. ഈ പറയുന്ന സ്ട്രക്ചറിങ് ഒന്നും മാത്രം ചെയ്തിട്ട് കാര്യമില്ല. ആ സ്ട്രക്ചറിങ്ങിനകത്ത് എഴുതാനുള്ള സാധനം കുത്തിയിരുന്ന് നമ്മൾ പഠിക്കണം. ദാറ്റ് മീൻസ് കണ്ടന്റ് ഈസ് ഓൾവേസ് ദ കിങ്. ആ കണ്ടന്റിനെ പ്രാക്ടീസ് ചെയ്യാനുള്ള രീതികളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എന്താണ്, നമുക്ക് എല്ലാ ദിവസവും നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് വീക്കിൽ ഒരു 2 to 3 days ആയാലും അറ്റ്ലീസ്റ്റ് 1 or 2 ക്വസ്റ്റ്യൻ എഴുതുക. ഞാൻ നമ്മൾ ഒത്തിരി പ്രാവശ്യം പറഞ്ഞു, ചൊവ്വയും വ്യാഴവും നമ്മുടെ ബ്രെയിൻ സ്റ്റോമിങ് ഇടുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ എനിക്ക് എഴുതി അയച്ചിട്ടുണ്ട്. അതിന്റെ സ്ട്രക്ചർ ടേബിൾ ഇപ്പൊ ഇതേപോലെ ഏതാണ് മേജർ ഏതാണ് മൈനർ, ഇങ്ങനെ ഇൻട്രോ എഴുതാം, എങ്ങനെ കൺക്ലൂഷൻ എഴുതാം എന്നുള്ള ഒരു ടേബിൾ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. കുറച്ച് പേര് എനിക്ക് അയച്ചു തരുന്നുണ്ട്. ഒബ്വിയസ്ലി അവർക്കെല്ലാം ഞാൻ ആ ടേബിൾ അയച്ചും കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്താ, പ്രാക്ടീസ് ചെയ്യണം. ടോപ്പേഴ്സിന്റെ നോട്ട്സ് നോക്കണം. ഇപ്പൊ ഈ ഡയഗ്രാമും പ്രസന്റും ഞാൻ കുറെ കൂടെ പ്രസന്റേഷൻ നിങ്ങളെ കാണിച്ചു തരാം. അതെല്ലാം ടോപ്പേഴ്സിന്റെ നിർത്തുക. അപ്പൊ ടോപ്പേഴ്സിന്റെ നോട്ട്സും ആൻസർ പേപ്പേഴ്സും എടുക്കുക. നിങ്ങൾ എഴുതുമ്പോൾ ആ സാധനങ്ങൾ പരീക്ഷിച്ചു നോക്കുക. ഒരിക്കലും ഈ ഡയഗ്രാംസും ഫ്ലോ ചാർട്ടും എല്ലാം എൻ്റെ മനസ്സിലുണ്ട്. UPSCയുടെ അന്ന് വരുമ്പോൾ ഇതെല്ലാം ഞാൻ എഴുതും. നടക്കത്തില്ല, വരില്ല. നിങ്ങളുടെ ആൻസേഴ്സിൽ ഇത് ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ പരീക്ഷയുടെ അന്ന് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റൂ. സോ ദാറ്റ് ഈസ് സംതിങ് യു ഹാവ് ടു കീപ് ഇൻ മൈൻഡ്. പിന്നെ നോക്കിയേ, ഇനി കുറച്ച് പ്രസന്റേഷൻസ് ആ ഫ്ലോ ചാർട്ട്സും ഡയഗ്രാംസും ഒക്കെ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നിങ്ങൾ ഒന്ന് നോക്കിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് താഴോട്ട് കൊണ്ടുപോവാം. നോക്കിക്കേ താഴോട്ട്. These are all different kind of principles of climate smart. 4 പോയിന്റ് എഴുതി. വായിക്കാൻ എളുപ്പമാണ്, കാണാനും രസമാണ്. എല്ലാ ലോങ് പാരഗ്രാഫിൽ നിന്ന് എക്സാമിനൊരു ബ്രേക്കും കിട്ടും. ഡിഫറൻസ് ടേബിൾ, 2 കാര്യങ്ങൾ കമ്പയർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നടുക്കൂന്ന് വരച്ച് അപ്പുറത്തും ഇപ്പുറത്തും എഴുതാം. Then comes timelines, ഫീച്ചേഴ്സ്. ഇതൊക്കെ നോക്കിയ ലോങ് പാരഗ്രാഫുകളൊന്നുമില്ല, ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് ആൻസർ ഡയറക്റ്റ് എഴുതി വെക്കുകയാണ്. ഫീച്ചേഴ്സ്, മാപ്സ്, ഇന്റർനാഷണൽ റിലേഷൻസ്, ഇക്കണോമി, ജോഗ്രഫി ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് മാപ്പ് വരയ്ക്കാം. അപ്പൊ നോക്കി, ഈ മാപ്പ് ഒന്നും ഇന്ത്യയുടെ പെർഫെക്റ്റ് ഒന്നുമല്ല, ഒരു റഫ് ഫിഗർ ആണ്. അതിൽ നിങ്ങൾക്ക് ഐഡിയ ഉണ്ടെന്നുള്ള കാണിച്ചാൽ മതി. പെന്ന് കൊണ്ട് തന്നെ പെട്ടെന്ന് വരയ്ക്കാം. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ യൂട്യൂബിനകത്ത് കിട്ടും. ഹൗ ടു ഡ്രോ എ മാപ്പ് ഇൻ 10 seconds 20 seconds. അത് നിങ്ങൾക്ക് ചെയ്യാം. അനദർ വേ ഓഫ് യൂസിങ് മാപ്സ്. ഇന്ത്യ റഷ്യ റിലേഷൻ പറയുമ്പം ഒരു വേൾഡ് മാപ്പ് പെട്ടെന്ന് വയ്ക്കുക. ഇന്ത്യ എവിടെ കിടക്കുന്നു, റഷ്യ എവിടെ കിടക്കുന്നു. ഒരു എക്സാമിനർ ഇങ്ങനെ എഴുതുന്ന ഒരു കുട്ടിയുടെ പേപ്പർ വാല്യൂ ചെയ്തിട്ട് നിങ്ങളിലേക്ക് എത്തുകയാണെങ്കിൽ ആർക്ക് കൂടുതൽ മാർക്ക് എടുക്കും ചിന്തിച്ചു നോക്കിയാൽ മതി. ദർ ഈസ് ഓൾവേസ് എ കമ്പാരിറ്റീവ് ഇവാലുവേഷൻ ഇൻ യുവർ മെയിൻസ് ആൻസർ റൈറ്റിംഗ്. ഓക്കെ, അടുത്ത വെൻ ഡയഗ്രാംസ്, ചാർട്ട്സ്. ഇതൊക്കെ ടോപ്പേഴ്സ് പരീക്ഷ സമയത്ത് കൊണ്ടുവരുന്നതാണേ. എവല്യൂഷൻ ഡയഗ്രാംസ്. ഇങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക് ഉത്തരങ്ങൾ എഴുതി നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. സോ അതാണ് ബേസിക്കലി നിങ്ങളോട് പറയാനുള്ള കാര്യം, ഹൗ ടു റൈറ്റ് ആൻ ആൻസർ. ഇത് നിങ്ങൾ മനസ്സിൽ വെക്കുക. ട്രൈ ടു ഇൻകോർപ്പറേറ്റ് ദിസ് ആൻഡ് ട്രൈ ടു റൈറ്റ് ആൻസേഴ്സ്. പ്രാക്ടീസ് ചെയ്യുക. കാരണം ഇൻ ദി എൻഡ് നിങ്ങൾ എത്രമാത്രം പഠിക്കുന്നു എന്നുള്ളത് മാത്രമല്ല കാര്യം, പഠിക്കുന്ന സാധനം എങ്ങനെ നിങ്ങൾക്ക് ഈ പേപ്പറിൽ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതാണ് കാര്യം. അത് നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെച്ചോണം. നമ്മൾ പലപ്പോഴും ടെസ്റ്റ് ചെയ്ത് നമ്മുടെ പേടി കാരണം സോ ഞാൻ എഴുതുമോ, അപ്പൊ നിങ്ങളുടെ പരീക്ഷയുടെ അന്ന് പോയി എന്താ ചെയ്യണേ. സോ ഇപ്പോൾ നിങ്ങൾ പലപ്പോഴും പഠിച്ചു കഴിയുമ്പോൾ ട്രൈ ടു ടെസ്റ്റ്. ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോൾ ChatGPT-യോട് പറഞ്ഞൊരു ചോദ്യം ഡെവലപ്പ് ചെയ്യുക, ചോദ്യം എടുക്കുക, റൈറ്റ് ഇട്ട്. ഓക്കെ, എനി ഡൗട്ട്സ് എടുക്കുന്നെങ്കിൽ ഡൗട്ട്സ് എടുക്കാം. മോറൽസ് I do not want to waste too much of your time on a Sunday evening. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, or else we can wind up. ഓക്കെ, ഒരു കാര്യം കൂടെ നിങ്ങൾ ചെയ്യണം. ആഫ്റ്റർ ദിസ് സെഷൻ ഡു ലീവ് മീ എ ഫീഡ്ബാക്ക്. ഓക്കെ, ഇപ്പം സാറിന് വിഷമം തോന്നുന്ന കാര്യങ്ങളൊന്നും നിങ്ങളുടെ മനസ്സിൽ വെച്ചേക്കേണ്ട. ഐ എം ഓൾവേസ് ഓപ്പൺ ടു ഫീഡ്ബാക്ക്. കാരണം നിങ്ങൾ തരുന്ന ഫീഡ്ബാക്കിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് എത്രമാത്രം നല്ല. അപ്പം ഇതേപോലെ
സെഷൻസ് ലൈക്ക് ആൻസർ റൈറ്റിംഗ്, നോട്ട് മേക്കിംഗ്, അങ്ങനെയുള്ള സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും സജസ്റ്റ് ചെയ്യാം. സോ ജനറൽ പബ്ലിക്കിന് എല്ലാം സെറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം. ഗ്രൂപ്പിൽ ഇടാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ തന്നെ ഫീഡ്ബാക്ക് ഇടുക. ഗ്രൂപ്പിൽ ഇടാൻ നിങ്ങൾക്ക് വയ്യ, നാണക്കേടാണ്, ബുദ്ധിമുട്ടാണെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് DM ചെയ്യാം. ബട്ട് നമ്മുടെ ഇപ്പോൾ ക്ലാസ്സിൽ 22 പേരുണ്ട്. ഐ എക്സ്പെക്ട് എ ഫീഡ്ബാക്ക് ഫ്രം ഈച്ച് ഓഫ് യു ഗൈസ്. കാരണം നമ്മൾ സമയമെടുത്ത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതിന് എത്രമാത്രം നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ട് എന്ന് മനസ്സിലായാൽ മാത്രമേ എനിക്ക് നിങ്ങൾക്ക് തിരിച്ചും തരാൻ പറ്റൂ. ഓക്കെ, സോ ഇതിന് ശേഷം ടെലഗ്രാമിൽ എല്ലാവരും എനിക്ക് ജസ്റ്റ് സെഷൻ്റെ ഒരു ഫീഡ്ബാക്ക് അയക്കുക. ഓക്കെ ഓക്കെ, ദെൻ വേറെ ഡൗട്ട് ഒന്നുമില്ല, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. Okay, sir. Okay, sir. ഓക്കെ, അപ്പം ബൈ, എൻജോയ് യുവർ സൺഡേ, ടേക്ക് കെയർ, Happy Diwali. ഹാപ്പി ദിവാലി, ഹാപ്പി ദിവാലി, ബൈ, Thank you, sir. താങ്ക് യു.